BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വിഷം കുടിച്ചില്ലെങ്കിൽ ഞാൻ കുടിപ്പിക്കും. ജോർലി നേരിട്ടത് ക്രൂരപീഡനം, മകൾക്ക് നേരെ നഗ്നതാ പ്രദർശനം. വിഷം കുടിച്ചില്ലെങ്കിൽ ഞാൻ കുടിപ്പിക്കും, നീ ചാകുന്നതാണ് നല്ലത്. ഭർത്താവിന്റെ ഭീഷണിയെക്കുറിച്ച് മരിക്കുന്നതിന് മുൻപ് ജോർലി പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെ. ഗാർഹിക പീഡനത്തെ തുടർന്ന് പുറപ്പുഴ ആനിമൂട്ടിൽ ജോർലി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭർത്താവ് ടോണി മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ടോണി കവിളിൽ കുത്തിപ്പിടിച്ച് വിഷം ജോർലിയുടെ വായിലേക്ക് ഒഴിച്ചെന്നാണ് പോലീസ് പറയുന്നത്. മരിക്കുന്നതിന് മുൻപ് ജോർലി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ടോണിയെ അറസ്റ്റ് ചെയ്തത്. മകൾക്കു നേരെ ടോണി നഗ്നതാ പ്രദർശനം നടത്തുകയും ഉപദ്രവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതായി ജോർലിയുടെ പിതാവ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. മുൻ വൈരാഗ്യം, പെട്രോൾ ഒഴിച്ച് കാറിന് തീയിട്ടു, യുവാവ് പിടിയിൽ. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിനു തീയിട്ടയാൾ പിടിയിൽ. മുളക്കുഴ പൂപ്പകര സ്വദേശി സരിനെയാണ് പോലീസ് പിടികൂടിയത്. മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി 12:30 ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനു പിന്നിൽ കോതാലിൽ പുല്ലാട്ട് മിഥുൻ മോഹന്റെ കാറാണ് തീയിട്ടത്. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നിരുന്നു. കാറിന്റെ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ച് കിടപ്പുമുറിയിലേക്കും തീ പടർന്നു. മുറിയിലെ കട്ടിൽ, മെത്ത, സീലിംഗ് എന്നിവ കത്തിനശിച്ചു. അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. ഉയരങ്ങളിൽ ആസ്ഥ. നേവിയുടെ ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് മിഗിലും റഫേലിലും ഇനി നാരീശക്തി. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റായി പുതിയ ചരിത്രത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് സബ് ലഫ്റ്റനന്റ് ആസ്ഥ പൂനിയ. വിശാഖപട്ടണത്തെ INS ദേഗയിൽ നിന്നും അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനിംഗ് പൂർത്തിയാക്കിയ ആസ്ഥ വിങ്സ് ഓഫ് ഗോൾഡ് പുരസ്കാരം ഏറ്റുവാങ്ങി. കൂടുതൽ പെൺകുട്ടികൾക്ക് വിലക്കുകളെ മറികടന്ന് പുതിയ വഴി വെട്ടാനുള്ള തുടക്കമാകട്ടെ ഇതെന്ന് വാർത്ത പങ്കുവച്ചുകൊണ്ട് നാവികസേന പ്രതികരിച്ചു. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളിലെ MiG-29 റഫാൽ വിമാനത്തിന്റെ നാവിക പതിപ്പ് ഇവയിലേതെങ്കിലും പറത്താൻ ആസ്ഥയെ നിയോഗിക്കും എന്നാണ് പുറത്തുവരുന്ന വിവരം. 2 വിമാനവാഹിനി കപ്പലുകളാണ് ഇന്ത്യക്കുള്ളത്. INS വിക്രാന്തും വിക്രമാദിത്യയും. MiG-29 നാവിക പതിപ്പാണ് MiG-29K. വർഷങ്ങളായി നാവികസേന ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട്. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ടെക്സസിൽ മിന്നൽ പ്രളയം, 24 മരണം, 25 പെൺകുട്ടികളെ കാണാതായി. പ്രളയ മുന്നറിയിപ്പ് ഇല്ലായിരുന്നു. ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 24 മരണം. കെയർ കൌണ്ടിയിലെ ഗ്വാഡലുപ്പ് നദിയിൽ വെള്ളമുയർന്നത് നാശനഷ്ടങ്ങൾക്കിടയാക്കി. സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ 25 പെൺകുട്ടികളെ കാണാതായി. ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി. നദിക്കരയിലായിരുന്നു ഇവരുടെ ക്യാമ്പ് പ്രവർത്തിച്ചത്. ക്യാമ്പിൽ പങ്കെടുത്തവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് അധികൃതർ പറഞ്ഞു. പ്രദേശത്ത് പ്രളയ മുന്നറിയിപ്പ് സംവിധാനം ഇല്ലായിരുന്നുവെന്ന് പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കി. സംഭവത്തെ തുടർന്ന് ടെക്സസിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ റദ്ദാക്കി. ഇതുവരെ ആകെ 237 പേരെ ഒഴിപ്പിച്ചുവെന്ന് ഭരണകൂടം അറിയിച്ചു. ജൂലൈ 4 യുഎസിലെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നത്. അന്ന് തന്നെ ദുരന്തം ഉണ്ടായതിൽ ഞെട്ടൽ രേഖപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. വെറും 45 മിനിറ്റ് കൊണ്ട് ഗ്വാഡലുപ്പ് നദിയിലെ ജലനിരപ്പ് 26 അടിയായി ഉയർന്നുവെന്ന് ടെക്സാസ് ലഫ്റ്റനന്റ് ഗവർണർ ഡാൻ പാട്രിക് പറഞ്ഞു. നമ്പർ നൽകൂ, കന്നുകാലികളെ തരാം. കലപ്പ കഴുത്തിൽ കെട്ടി വയലുഴുത് കർഷകൻ, സഹായഹസ്തവുമായി നടൻ സോനു സൂദ്. കലപ്പ കഴുത്തിൽ കെട്ടി വയൽ ഉഴുതുമറിക്കുന്ന വയോധിക ദമ്പതികളുടെ വീഡിയോ വൈറലായതോടെ ഇവർക്ക് സഹായഹസ്തവുമായി നടൻ സോനു സൂദ്. മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ അംബാദാസ് പവാർ ആണ് കഴുത്തിൽ കലപ്പ കെട്ടി ഭാര്യയുടെ സഹായത്തോടെ വയൽ ഉഴുതുമറിച്ചത്. ഇവരുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതോടെയാണ് ഇവർക്ക് കന്നുകാലികളെ നൽകാമെന്ന വാഗ്ദാനവുമായി നടനെത്തിയത്. നിങ്ങൾ എനിക്ക് നമ്പർ തരൂ, ഞാൻ കന്നുകാലികളെ നൽകാം, സോനു സൂദ് എക്സിൽ കുറിച്ചു. സോനു സൂദിന്റെ നേതൃത്വത്തിലുള്ള സൂദ് ഫൌണ്ടേഷനാണ് സഹായം നൽകുന്നത്. വഴക്ക് പറഞ്ഞതിന്റെ വൈരാഗ്യം. യുവതിയെയും മകനെയും കഴുത്തറുത്ത് കൊന്ന് വീട്ടുജോലിക്കാരൻ, രക്തത്തിൽ കുളിച്ച് മൃതദേഹങ്ങൾ. പരസ്യമായി ശകാരിച്ചതിലുള്ള വൈരാഗ്യം കൊണ്ട് യുവതിയെയും മകനെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തി വീട്ടുജോലിക്കാരൻ. ഡൽഹിയിലെ ലജ്പത് നഗറിലാണ് നടുക്കുന്ന സംഭവം. രുചിക സെവാനി, മകൻ ക്രിഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. രുചികയുടെ ഭർത്താവ് കുൽദീപ് സെവാനി രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. സംഭവത്തിൽ വീട്ടുജോലിക്കാരൻ മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലജ്പത് നഗർ മാർക്കറ്റ്
മാർക്കറ്റിൽ വസ്ത്രവ്യാപാരം നടത്തി വരികയായിരുന്നു രുചികയും ഭർത്താവും. ബുധനാഴ്ച രാത്രി കുൽദീപ് സെവാനി തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. ഭാര്യയെയും മകനെയും ഫോണിൽ വിളിച്ച് കിട്ടിയില്ല. വീടിന്റെ ഗേറ്റിലും വാതിൽപ്പടിയിലും രക്തക്കറ കണ്ടതോടെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് രുചികയെയും കൃഷ്ണനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രുചികയുടെ മൃതദേഹം കിടപ്പുമുറിയിലും മകന്റേത് ശുചിമുറിയിലും രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു. സംഭവത്തിൽ അറസ്റ്റിലായ മുകേഷിനെ കുൽദീപും രുചികയും ഒരു കുടുംബാംഗത്തെ പോലെയായിരുന്നു കണ്ടിരുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ഡ്രൈവറായും ഷോപ്പ് അസിസ്റ്റന്റായും ജോലി ചെയ്തിരുന്ന പ്രതി 40,000 രൂപയുടെ കുടിശ്ശിക വരുത്തിയതിന്റെ പേരിൽ രുചിക പരസ്യമായി ശകാരിച്ചിരുന്നു. ആ വൈരാഗ്യം കൊണ്ടാണ് താൻ ഇരുവരെയും കൊലപ്പെടുത്തിയതെന്ന് മുകേഷ് സമ്മതിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. സെപ്റ്റംബർ മുതൽ സംസ്ഥാന പര്യടനം നടത്തും. ബിജെപി ഡിഎംകെ സഖ്യമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഡിഎംകെ പാർട്ടികളുമായി സഖ്യത്തിനില്ലെന്ന് തമിഴക വെട്രി കഴകം അധ്യക്ഷനും നടനുമായ വിജയ് പ്രഖ്യാപിച്ചു. സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് മുൻപും ഇപ്പോഴും അണ്ണാ ഡിഎംകെയും ബിജെപിയുമായി സഖ്യമുണ്ടാക്കിയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയിയെ പാർട്ടി യോഗം തീരുമാനിച്ചു. ഇതോടെ ഡിഎംകെ എൻഡിഎ ടിവികെ ത്രികോണ മത്സരം നടക്കുകയെന്ന് വ്യക്തമായി. സെപ്റ്റംബർ മുതൽ വിജയ് സംസ്ഥാന പര്യടനം ആരംഭിക്കും. ഓഗസ്റ്റിലാണ് പാർട്ടിയുടെ രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനം. ക്ലബ് ലോകകപ്പിൽ ബ്രസീലിയൻ കരുത്ത് മുന്നോട്ട്. മാഞ്ചസ്റ്റർ സിറ്റിയെ അട്ടിമറിച്ച അൽ ഹിലാലിനെ വീഴ്ത്തി ഫ്ലുമിനൻസെ സെമിയിൽ ചെൽസിയെ നേരിടും. പ്രീ ക്വാർട്ടറിൽ ഇംഗ്ലീഷ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ വീഴ്ത്തിയ പോരാട്ട വീര്യവും അത് സമ്മാനിച്ച ആത്മവിശ്വാസവും ബ്രസീലിയൻ ക്ലബായ ഫ്ലുമിനൻസിയക്കെതിരായ ക്വാർട്ടർ പോരാട്ടത്തിൽ സൌദിയിൽ നിന്നുള്ള അൽ ഹിലാലിന് തുണയായില്ല. ഫലം, ആവേശം, അവസാന സെക്കൻഡ് വരെ കൂട്ടിനെത്തിയ ത്രില്ലർ പോരാട്ടത്തിൽ അൽ ഹിലാലിനെ വീഴ്ത്തി ഫ്ലുമിനൻസെ ക്ലബ് ലോകകപ്പ് സെമിയിൽ. ഇരു പകുതികളിലുമായി നേടിയ ഗോളുകളുടെ മികവിൽ 2-1 ഫ്ലുമിനൻസിയുടെ വിജയം. ഇന്ന് രാവിലെ നടന്ന മറ്റൊരു ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രസീലിൽ നിന്നുള്ള പാൽമെയറാസിന്റെ പോരാട്ട വീര്യം മറികടന്നെത്തുന്ന ചെൽസിയാണ് സെമിയിൽ ഫ്ലുമിനൻസിയുടെ എതിരാളികൾ. ആവേശം വഴിഞ്ഞൊഴുകിയ മത്സരത്തിൽ 2-1 ചെൽസി ബ്രസീലിയൻ ക്ലബിനെ വീഴ്ത്തിയത്. കോൾ പാൽമാർ 16-ാം മിനിറ്റിൽ നേടിയ ഗോളിനൊപ്പം പാൽമേറാസ് താരം അഗസ്റ്റിൻ ഡിയായുടെ സെൽഫ് ഗോളും ചേർന്നതോടെയാണ് ചെൽസി ജയിച്ചു കയറിയത്. പാൽമേറാസിന്റെ ആശ്വാസ ഗോൾ 53-ാം മിനിറ്റിൽ എസ്താവോ വില്യൻ നേടി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.